നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ യുസി ഇംഗ്ലീഷ്. എല്ലാം പറഞ്ഞ് അപ്പുണ്ണി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കവേ കേസിൽ ദിലീപിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് അപ്പുണ്ണി. പൾസർ സുനിയുമായി ഫോണിൽ സംസാരിച്ചത് ദിലീപിന്റെ സാന്നിധ്യത്തിൽ. സുനിൽകുമാർ പറഞ്ഞതെല്ലാം ദിലീപിനോട് പറഞ്ഞെന്നും പൾസറുമായി സംസാരിച്ചത് താരത്തിന്റെ നിർദ്ദേശമനുസരിച്ചെന്നും അപ്പുണ്ണി. സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിനെക്കുറിച്ച് അറിയാമെന്നും മൊഴി. 2013 മുകേഷിന്റെ ഡ്രൈവറായിരുന്ന കാലം മുതൽക്കേ പൾസറിനെ അറിയാം. എന്നാൽ ദിലീപും സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും ചോദ്യം ചെയ്യലിൽ അപ്പുണ്ണി. സിനിമാ സെറ്റുകളിൽ ചിലപ്പോഴൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിലും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതായി അറിവില്ല. കൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും മൊഴി. പോലീസ് പ്രധാനമായും അന്വേഷിച്ചത് പൾസറും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിലെല്ലാം അപ്പുണ്ണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന്. പറഞ്ഞ വിവരങ്ങൾ വിശ്വസനീയമല്ലെന്നും രേഖപ്പെടുത്തിയത് പ്രാഥമിക മൊഴി മാത്രമെന്നും അന്വേഷണ സംഘം. അപ്പുണ്ണിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനം. അതേസമയം ദിലീപിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ച അന്വേഷണം ചില രാഷ്ട്രീയ നേതാക്കളിലേക്കും നീളുമെന്ന് സൂചന. മധ്യകേരളത്തിലെ ഒരു യുവ നേതാവടക്കം പലരും സംശയത്തിന് നിഴലിലെന്ന് സൂചന. സിനിമാ മേഖലയിലെ പലർക്കു വേണ്ടിയും ഈ യുവ നേതാവ് മലയോര മേഖലകളിലടക്കം പലയിടത്തും ബിനാമി പേരുകളിൽ ഭൂമി വാങ്ങിയതായും അന്വേഷണ സംഘത്തിന് വിവരം. പരിഭവിച്ച് പിണറായി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കലുഷമായി തുടരുന്നതിനിടെ തിരുവനന്തപുരത്തും കോട്ടയത്തും സമാധാന യോഗങ്ങൾ. CPM, BJP, RSS നേതാക്കൾ പങ്കെടുക്കുന്ന ഉഭയകക്ഷി ചർച്ച സർക്കാർ നടത്തുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി. തലസ്ഥാനത്തെ പ്രാദേശിക സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് സർക്കാർ. അതിനിടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അതിക്രമങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി. സംഘർഷങ്ങളുടെ ഒരറ്റത്ത് CPM നിൽക്കുന്നതും കണ്ണൂർ മോഡൽ തിരുവനന്തപുരത്തേക്ക് വ്യാപിക്കുന്നതും അപകടകരമെന്ന് വിലയിരുത്തൽ. BJP ഓഫീസിന് നേർക്കുള്ള അക്രമത്തിൽ CPM കൌൺസിലറും SFI ജില്ലാ സെക്രട്ടറിയും അറസ്റ്റിലായതിന്റെ പ്രതിരോധത്തിൽ പാർട്ടിക്കൊപ്പം സർക്കാരും. RSS പ്രവർത്തകന്റെ കൊലപാതകം വ്യക്തിവിരോധമെന്ന ഇടതു നേതാക്കളുടെ വിശദീകരണം പോലീസ് തള്ളിയതോടെ മറുപടികളില്ലാതെ മുന്നണി നേതൃത്വം. മുഖം മിനുക്കി സർക്കാർ. വിജിലൻസ് മേധാവിയുടെ കാര്യത്തിൽ സർക്കാർ മൗനം തുടരവെ പോലീസ് തലപ്പത്ത് വീണ്ടും സമഗ്ര അഴിച്ചുപണി നടത്തി ആഭ്യന്തര വകുപ്പ്. ADGP ടോമിൻ തച്ചങ്കരെ ഫയർഫോഴ്സ് മേധാവിയാക്കിയപ്പോൾ ഹേമചന്ദ്രൻ പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ തലവനായിരുന്ന ദിനേന്ദ്ര കശ്യപിനെ ക്രൈംബ്രാഞ്ചിൽ നിന്നും മാറ്റിയത് ഹെഡ്ക്വാർട്ടേഴ്സ് IG-ആയി. വിജിലൻസ് ADGP അനിൽകാന്ത് പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറായപ്പോൾ S അനന്തകൃഷ്ണൻ പോലീസ് ആസ്ഥാനത്തെ ADGP. സർക്കാരിന്റെ അഴിച്ചുപണി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന തസ്തികകളിലെല്ലാം സമഗ്ര മാറ്റം വരുത്തി. അതേസമയം IMG ഡയറക്ടർ ജേക്കബ് തോമസ് തൽസ്ഥാനത്ത് തുടരും. ഇരുട്ടടിയും തലോടലും. LPG സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനത്തിനു പിന്നാലെ സബ്സിഡിയുള്ള ഗ്യാസ് സിലിണ്ടറിന് 23 രൂപയും വാണിജ്യ സിലിണ്ടറിന് 58 രൂപയും കുറച്ച് കേന്ദ്ര സർക്കാർ. പുതിയ തീരുമാനം അടുത്ത വർഷം മാർച്ച് മുതൽ സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുമെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെ പുതുക്കിയ നിരക്കനുസരിച്ച് സബ്സിഡി സിലിണ്ടറിന് 512.50 രൂപയും നോൺ സബ്സിഡി നിരക്ക് 983 രൂപയും. താഴ്വര അശാന്തം. ജമ്മു കശ്മീരിൽ വീണ്ടും സംഘർഷം. പുൽവാമയിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ കൊല്ലപ്പെട്ടു. 3 ഭീകരർ പിടിയിലായതായി സൂചന. ആക്രമണം ഹാക്രിപോര ഗ്രാമത്തിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. അതേസമയം കശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി. പാക് ഭീകര സംഘടനകളുമായി വിഘടനവാദികൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും നേതാക്കൾക്ക് പണം ലഭിക്കുന്നത് ഹവാല കണ്ണികൾ വഴിയെന്നും NIA. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ യുസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.